സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഉള്ളത് അജ്മീർ ദർഗയിലാണ് ട്ടോ. ഇന്ത്യയുടെ സുൽത്താനായിട്ടുള്ള അജ്മീർ ഹാജയുടെ ദർഗയിലാണ്. വളരെ ചെറുപ്പം മുതൽ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു അജ്മീർ ഹാജയുടെ ദർഗ ഷരീഫ് ഒന്ന് സന്ദർശിക്കുക എന്നുള്ളത്. അത് വളരെ കാലങ്ങൾക്ക് ശേഷം അത് സഫലമാവുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം കൂടി എനിക്കുണ്ട്. ഞാനൊരു പകലും ഒരു രാത്രിയും അവിടെ ചിലവഴിച്ചു. 24 മണിക്കൂറും അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ ഡെയിലി വന്ന് സന്ദർശിച്ച് പോവുകയാണ്. അതിൻ്റെ ഒരു തിരക്ക് നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ കാണാൻ പറ്റും. 13-ാം നൂറ്റാണ്ടിൽ ഇറാനിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അന്ന് ആ രാജ്യത്തിൻ്റെ പേര് സഞ്ചർ എന്നായിരുന്നു. ദക്ഷിണേഷ്യയിലൂടെ ഉടനീളം സഞ്ചരിച്ചതിനു ശേഷം അദ്ദേഹം ഒടുവിലെത്തപ്പെട്ടതാണ് അജ്മീറിൽ. മഹാനവറുകൾ നടത്തിയതുപോലെയുള്ള ഒരു നവോത്ഥാനവും ഇവിടെ ഇന്ന് വരെ സൃഷ്ടിക്കാൻ വേറെ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന 10,000-കണക്കിന് ആളുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അതിനൊരു കുറവും വന്നിട്ടില്ല. അവിടെ ചുറ്റിപ്പറ്റി ഉപജീവന മാർഗം കണ്ടെത്തി ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് ഇന്നും കാണാൻ പറ്റും. പല ആളുകളും അജ്മീറിൽ പോകുന്നത് അവിടുത്തെ ന്യൂനതകളെ മാത്രം വീഡിയോ എടുത്ത് പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പല വീഡിയോസും നമ്മൾ കാണുന്നുണ്ട്. അജ്മീറിൽ നടക്കുന്നത് ഷിർക്കാണ്, അവിടെ അനാചാരങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ നടക്കുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും വീഡിയോസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. സത്യത്തിൽ പല ആളുകളും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ വിശ്വസിച്ച് പോവുകയാണ്. കാരണം നമ്മളൊന്നും നേരിട്ട് പോയിട്ടുള്ള പരിചയമില്ലാത്തത് കൊണ്ട് ഇവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ച് പോവുകയാണ്. പക്ഷേ എനിക്ക് ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും അജ്മീർ ഹാജയുടെ ദർഗാ ഷരീഫിനെ തെറ്റിദ്ധരിക്കരുത്. അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ഒരു തവണ അവിടെ സന്ദർശനം നടത്തിയാൽ മതി. എത്രത്തോളം പച്ച നുണകളാണ് പല ആളുകളും പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടുത്തെ തിന്മകളെ മാത്രം ഷൂട്ട് ചെയ്ത് പുറം ലോകത്തെ അറിയിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ലക്ഷ്യം തന്നെ അതാണ്. അവരുടെ മുന്നിൽ നൂറുകണക്കിന് നന്മകൾ നടക്കുന്നുണ്ടാവും. അതൊന്നും അവർക്ക് കാണാൻ പറ്റില്ല, അതൊന്നും അവർ കാണുകയുമില്ല. അവർ ദിവസങ്ങളോളം കാത്തിരുന്ന് അവിടുത്തെ തിന്മകളെ നോക്കിയിരുന്ന് ഷൂട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ച് അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകളും നമുക്കിടയിലുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അവരൊന്നും ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ നേരിട്ടിട്ട് അങ്ങോട്ട് പോവുക. നിങ്ങൾക്ക് അവിടെ സിയാറത്തും ചെയ്യുക. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും ചെയ്യും. സത്യത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് നമുക്ക് കിട്ടുക. ദർഗയുടെ ഉള്ളിലേക്കും അല്ലെങ്കിൽ ആ ഒരു പരിസരങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മനസ്സിനൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്കുണ്ടാവുക. റോസാപ്പൂവിൻ്റെയും ചന്ദനത്തിരിയുടെയും എല്ലാം ഊഷ്മളമായിട്ടുള്ള സുഗന്ധങ്ങൾ ഇങ്ങനെ നമ്മളെങ്ങനെ വലയം ചെയ്യുന്നത് നമുക്കിങ്ങനെ മനസ്സിലാവും. ഒരു പ്രത്യേകതര ഫീലിംഗ് ആണത്. മനസ്സും ശരീരവുമൊക്കെ സ്വയം അങ്ങനെ ശുദ്ധീകരിച്ചു പോകുന്നത് പോലെയുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും. നന്മ ഉദ്ദേശിച്ച് പോകുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്.
അതല്ല, മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എൻ്റെ കണ്ണിൽ കണ്ടാൽ മതി, അത് മാത്രമാണ് എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടത് എന്ന് കരുതി പോകുന്ന ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ അതാണ് ആഗ്രഹിക്കുന്നത്, അവരുടെ കണ്ണിൽ അതേ പെടുള്ളൂ. നല്ല കാര്യങ്ങൾ കണ്ടാൽ പോലും അവരതിനെ മെയിൻറ്റ് ചെയ്യില്ല, അതൊന്നും അവർക്ക് ആവശ്യമുള്ളതല്ല. എന്തായാലും എനിക്ക് നല്ലൊരു അനുഭൂതിയാണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ദർഗാ ഷരീഫ് സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ അജ്മീറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അജ്മീറിലെ ചെമ്പ്. നമ്മൾ നമ്മുടെ ചെറുപ്പം മുതൽ കേട്ട് വളർന്ന സംഗതിയും കൂടിയിട്ടാണ്. നമ്മുടെ ഉമ്മമാരായി കഴിഞ്ഞാലും നമ്മുടെ വല്യമ്മമാരായി കഴിഞ്ഞാലും അജ്മീർ ദർഗയിലെ ചെമ്പിനെ കുറിച്ച് ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അജ്മീർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയും കൂടിയിട്ടാണ് അജ്മീർ ദർഗയിലെ ചെമ്പ്. നമ്മൾ ആ ഫസ്റ്റത്തെ കവാടം കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടും ലെഫ്റ്റ് സൈഡിലായിട്ടും 2 ചെമ്പുകളെ നമുക്ക് കാണാൻ പറ്റും. ഇവിടേക്ക് വരുന്ന ആളുകൾ അങ്ങോട്ട് നിയത്താക്കിയിട്ടുള്ള പൈസകളൊക്കെ നിക്ഷേപിക്കുന്നത് ഈ ചെമ്പുകളിലാണ്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയൊക്കെ അവിടെ പിരിഞ്ഞു കിട്ടും. ആ 2 ചെമ്പുകളിലായിട്ട് ആണ് നമ്മളെല്ലാവരും പോയി കഴിഞ്ഞാൽ അജ്മീർ ദർഗയിലേക്ക് നമ്മൾ നിയ്യത്താക്കുന്ന പൈസ ഒക്കെ അവിടെ കൊടുക്കുക. ഒരു സമയം കഴിഞ്ഞാൽ ഇതിലത്തെ പൈസ ഒക്കെ എടുക്കും, ഇതിലത്തെ പൈസ അരിയൊക്കെ എടുത്ത് അതിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി അവിടെ വരുന്ന 10,000-കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിളമ്പുന്നതിനു വേണ്ടിയാണ് ഇത്രയും വലിയ ചെമ്പ് അവിടെ ഉള്ളത്. ഈ ചെമ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്. എല്ലാം ശരിയാവണമെന്നില്ല. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ എല്ലാം മനസ്സിലാവും.